രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റു. വൈകിട്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ 274 ഉയർന്നു. 700ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇസ്രായേൽ ഇതുവരെ നടത്തിയ വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിൽ UAE ശക്തമായി അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിവിധ ലോകരാജ്യങ്ങളും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊളംബിയ ഇസ്രായേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെച്ചു. അബുദാബി KMCC സംഘടിപ്പിച്ച എഡ്യു ഫെസ്റ്റീവ് 2ാം എഡിഷൻ അബുദാബി ബനിയാസ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്നു. മുൻമന്ത്രി ഡോക്ടർ MK മുനീർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലിങ്ങൽ അധ്യക്ഷനായിരുന്നു. വിവിധ സെഷനുകളിലായി ശ്രീവിദ്യ സന്തോഷ്, ഡോക്ടർ സുജിത് മേനോൻ, രമാ മേനോൻ വെള്ളാട്ട്, ആശിഷ് വർഗീസ്, നസ്രിൻ അഹമ്മദ് ബാവ എന്നിവരുടെ ക്ലാസുകളും സംവാദങ്ങളും മേളയെ വിജ്ഞാനപ്രദമാക്കി. ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് അധ്യാപകരെയും ജീവനക്കാരെയും ആവശ്യമുണ്ടെന്ന് അറിയിപ്പ് നൽകി തട്ടിപ്പിന് ശ്രമം. സമൂഹമാധ്യമങ്ങളിലൂടെ ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന പേരിലാണ് വിസയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റുമായി വൻതുക ആവശ്യപ്പെട്ട് തട്ടിപ്പിനുള്ള ശ്രമം നടത്തുന്നത്. ഇത്തരത്തിൽ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും തട്ടിപ്പിൽപ്പെടാതെ ജാഗ്രത പാലിക്കണമെന്നും സ്കൂളുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശും അറിയിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അവധി പ്രഖ്യാപിച്ചു. പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഒരാഴ്ചയാണ് അവധി. ജൂൺ 16 ഞായറാഴ്ച മുതൽ ജൂൺ 20 വ്യാഴാഴ്ച വരെയാണ് അവധി. വാരാന്ത്യമടക്കം 9 ദിവസത്തെ അവധിയാണ് ഇത്തവണ ഒമാനിൽ ലഭിക്കുക. ടെലി മാർക്കറ്റിംഗ് രംഗത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി UAE. ഫോൺ വഴിയുള്ള മാർക്കറ്റിംഗിനാണ് സമയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 9 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിലുള്ള സമയത്ത് മാത്രമേ ഫോൺ വഴി മാർക്കറ്റിംഗ് നടത്താൻ പാടുള്ളൂ. നിയമം ലംഘിക്കുന്നവർക്ക് 1,50,000 ദിർഹം വരെ പിഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. സൗദിയിലെ സർക്കാർ സ്കൂളുകൾക്ക് നാളെ മുതൽ വേനലവധി ആരംഭിക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 3ാം സെമസ്റ്റർ പരീക്ഷാഫലങ്ങൾ വേനലവധി തീരുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്.